ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റൈസ് മുഹമ്മദ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആരും അറിയപ്പെടാത്ത മഹീന്ദ്രയുടെ ഒരു കിഡിലൻ ഒരു 9 സീറ്റർ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. മഹീന്ദ്ര ബൊലേറോ നിയോ പ്ലസ് നമ്മുടെ തൊട്ട് ബാക്കിലായിട്ടുണ്ട്. കൂടെ നമ്മളെ ജസീംക ഉണ്ട്. ജസീംക ഹൈ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി കാണുന്ന സമയത്ത് പല ആളുകൾക്കും മഹീന്ദ്രയുടെ പഴയൊരു മോഡൽ ഓർമ്മ വരും. ഏതാണെന്നുള്ളത് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മഹീന്ദ്രയുടെ ബൊലേറോ നിയോ എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഒരു 9 സീറ്റർ വേരിയൻ്റ് ആണ്. അപ്പം ബൊലേറോ നിയോ പ്ലസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് നേരത്തെ അറിയണ ആ ഒരു മോഡൽ ആയതുകൊണ്ട് ഈ ഡിസൈൻ അത്രയും ആളുകൾ കണ്ട് പരിചയമുള്ള ഒരു ഡിസൈനാണ്. പക്ഷേ ഈ മോഡൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആകുന്നേ ഉള്ളൂ. ഒരു വർഷം ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഫ്രണ്ടിൽ മഹീന്ദ്രയുടെ ഒരു ട്വിൻ പീക്ക് ലോഗോവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ മഹീന്ദ്രയുടെ ഒരു 7 സ്ലോട്ട് ഗ്രില്ലും താഴെയായിട്ട് വലിയൊരു എയർ ഡാമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് P4 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. ശരിക്കും ഇതിൽ 2 വേരിയൻസ് വരുന്നുള്ളൂ. ഒരു P4ഉം P10ഉം. അങ്ങനെ 2 വേരിയൻസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസ് ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ഒരു ഹാലജൻ ലൈറ്റും പാർക്ക് അതേപോലെ ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. പിന്നെ താഴെയായിട്ട് ഫോഗ് ലാമ്പ് ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. ആ ഒരു ഏരിയയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബൊലേറോ നിയോയിൽ വരുന്ന ഒരു എഞ്ചിനല്ല. എഞ്ചിന് ഞാൻ കാണിച്ചു തരാം. എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ മഹീന്ദ്രയുടെ എംഹോക് സീരീസിൽ വരുന്ന 2.2 ലിറ്റർ ആ ഒരു ടർബോ എഞ്ചിനാണ്. മഹീന്ദ്രയുടെ ഒരുപാട് വർഷങ്ങളായിട്ട് മഹീന്ദ്ര പല വാഹനങ്ങളിലും യൂസ് ചെയ്യുന്ന, ഇപ്പോഴും നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡീസൽ എഞ്ചിനാണ് എംഹോക് സീരീസിൽ വരുന്നത്. അപ്പം 2.2 ലിറ്റർ ആണ്. ഏകദേശം 118 bhp പവറും 280 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കിഡിലൻ എഞ്ചിനാണ് കേട്ടോ. അപ്പം ഒന്നാമത് 9 സീറ്റർ ആയതുകൊണ്ട് തന്നെ അത്രയും ആൾ അതിൽ കയറുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ആ ഒരു പവർ വണ്ടിക്ക് വേണം. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാല് പൊതുവേ നമ്മള് ഡീസൽ എഞ്ചിനില് പിന്നെ ഒരു 2 ലിറ്ററിന്റെ മുകളിലുള്ള വണ്ടികൾ വളരെ കുറവാണ് ബഡ്ജറ്റ് ലെവലില്. അതെ. അപ്പൊ 2 ലിറ്റർ ഡീസലും അതേപോലെ റിയർ വീൽ ഡ്രൈവും കൂടെ വരുമ്പോൾ നല്ലൊരു 7 സീറ്ററോ അല്ലെങ്കിൽ 9 സീറ്ററോ നോക്കുന്ന കസ്റ്റമേഴ്സിന് നല്ല ഓപ്ഷനാണ്. മെയിൻ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം മഹീന്ദ്രയുടെ പല വാഹനങ്ങളും ബാക്ക് വീൽ ഡ്രൈവ് ആണ്, റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മോശം കണ്ടീഷനിലാണെങ്കിൽ പോലും ഇപ്പോൾ അത്യാവശ്യം ബാക്കിലൊക്കെ ഫുൾ ആളാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഏത് ടെറൈനിൽ ഓടിച്ചു പോകാൻ പറ്റും ബാക്ക് വീൽ ആയതുകൊണ്ട്. ബാക്ക് വീലിന് എപ്പോഴും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. വണ്ടിയുടെ ഫുൾ വെയിറ്റ് വരെ ബാക്കിൽ ആ ഒരു വീലിലേക്കായിരിക്കും. എന്നാൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയുള്ളൊരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല ലോഡ് ഉണ്ടെങ്കിൽ പോലും ആ വീലിന് യാതൊരു സ്ട്രെയിനോ കാര്യങ്ങളൊന്നും സിമ്പിളായിട്ട് തന്നെ നമുക്ക് എവിടെയും കയറി പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഇതിന്റെ സൈഡ് വ്യൂ ജസ്റ്റ് നോക്കാം. സൈഡിൽ വരുന്ന സമയത്ത് മെയിൻ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ലെങ്ത്തിലാണ്. ബൊലേറോ നിയോ ഏകദേശം 4 മീറ്ററിന് ഉള്ളിലായിട്ടാണ് ലെങ്ത് വരുന്നത്. ഇത് ഏകദേശം 4.4 മീറ്റർ ഉണ്ട് കേട്ടോ. ലെങ്ത് ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ബാക്കിലാണ് അതിൻ്റെ ആ ഒരു നീളത്തിൽ വ്യത്യാസം വന്നുള്ളത്. പിന്നെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ സൈഡിൽ ഫുഡ് സ്റ്റെപ്പ് കാണാൻ പറ്റില്ല, കാരണം ഇതിന്റെ ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് നമുക്ക് സൈഡ് ഫുഡ് സ്റ്റെപ്പ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. ടയറിലേക്ക് നോക്കുകയാണെങ്കിൽ ടയർ സൈസ് വരുന്നത് 215/70 R16, അതായത് 16 ഇഞ്ച് സ്റ്റീൽ വീലാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബാക്കിൽ ആ ഒരു വലിയൊരു സൈഡിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന ആ ഒരു ടൈലാം യൂണിറ്റ് ആണ്. മേലെ ഒരു ബ്രേക്ക് ലൈറ്റും അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും താഴെ വന്നിട്ടുണ്ട്. പിന്നെ P4 എന്നുള്ളത് ആ ഒരു വേരിയന്റിന്റെ ബാഡ്ജിങ് ആണ് കേട്ടോ. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ സ്റ്റീൽ വീൽ തന്നെ വന്നിട്ടുള്ളത് സ്റ്റെപ്പിനി ആയിട്ട്. പിന്നെ ബൊലേറോ നിയോ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മേലെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൂടെ കാണാൻ പറ്റും. താഴെ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബാക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പം ബാക്കിൽ കയറാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് കയറാൻ പറ്റുമല്ലോ. കാരണം ബാക്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട് ഈ ഫ്ലോർ. അപ്പോൾ ഇത്ര ഹൈറ്റ് വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റെപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിലെ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ സീറ്റിംഗ് നോക്കുകയാണെങ്കിൽ സൈഡ് ഫേസിങ് ആയിട്ടുള്ള സീറ്റാണ് 2 സൈഡിലും വന്നുള്ളത്. ഇതിൽ തന്നെ ഇവിടെ 2 പേർക്ക് ഇരിക്കാനും ഇവിടെ 2 പേർക്ക് ഇരിക്കാനും പാകത്തിനാണ് കൊടുത്തുള്ളത്. അപ്പം ബാക്കിൽ തന്നെ 4 പേർക്ക് ഇരിക്കാം അല്ലേ? അങ്ങനെയാണ്. ബാക്കിൽ 2 പേരാണ്, 4 പേർക്ക് ഇരിക്കാം. പിന്നെ സെൻറ്ററിൽ ആ ഒരു സെക്കൻഡ് റോ നോക്കുകയാണെങ്കിൽ അവിടെ 3 പേർക്കും ഫ്രണ്ടിൽ 2 പേര്. അങ്ങനെയാണ് ടോട്ടൽ 9 സീറ്റിംഗ് വരുന്നത്. ഇവിടെ നമുക്ക് പിടിക്കാനുള്ള ആ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലുള്ള ഈ ക്ലിപ്പ് ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ചെറിയൊരു എയർ വെന്റിലേഷന് വേണ്ടി കണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. 2 സൈഡിലും അങ്ങനെ ചെയ്യാൻ പറ്റും. തിരിച്ചു കണ്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് ചെയ്തിടാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്ലോറൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം മേലെ റൂഫും ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ടൊന്ന് കാണിച്ചു കൊടുക്കും. എപ്പോഴും നിങ്ങളാണ് സീറ്റിംഗ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. കാരണം അത് കാണുമ്പോൾ ഇതിൽ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളത് അറിയണല്ലോ. കണ്ടോ അപ്പം ഞാൻ കുറച്ചുകൂടെ സൈസ് ഉള്ള ഒരാളാണല്ലോ. ഇതിന്റെ ഒരു സൈസ് വെച്ചിട്ട് ഇങ്ങനെ ഈ ലെവലിലാണ് ഇരിക്കാൻ പറ്റുക. ഹെഡ്റൂം ഹെഡ്റൂം വരുന്നുണ്ട്. തൈ സപ്പോർട്ട് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ സൈഡ് ഫേസിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റ് വരുന്നുണ്ടല്ലോ. അതെ, തൈ സപ്പോർട്ട് കൂട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പേസ് കുറയല്ലോ. അതെ. പിന്നെ ഇതിന്റെ കവർ ആണ് ബാക്കിൽ നമുക്ക് ആ ഒരു ഇതിൽ വരുന്ന കവറാണ് കേട്ടോ. കണ്ടോ ബൊലേറോ പിന്നെ അതെ മഹീന്ദ്രയുടെ ലോഗോ ഒക്കെ കണ്ടോ.
ഒരു കവറാണ് ഇത്. ശരിക്കും നമ്മൾ ആ ഒരു സ്പെയർ വീലിന്റെ ബാക്കിലായിട്ട് വരുന്ന വീൽ ഒരു കവറാണ്. അപ്പോൾ ആ ഒരു വീൽ കവർ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് സ്റ്റോക്കിൽ അങ്ങനെ വരുന്നതാണ്. ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ സീറ്റിംഗ് വരും. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അവിടെ അവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു സ്പേസ് ഇതും കൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ബൂട്ട് സ്പേസ് കിട്ടും. ശരിക്കും 5 പേര് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഒരു 6 പേർക്ക് ആ സീറ്റിൽ ശരിക്കും 4 പേർക്കൊക്കെ ഇരിക്കാം. നല്ല വീതിയുണ്ട്. അപ്പോൾ ഒരു 5-6 പേര് യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു സ്പേസ് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ആയിക്കാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. വലിയൊരു ബൂട്ട് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ്. അതെ അതെ. അത്യാവശ്യം ട്രാവൽ ചെയ്യണമെങ്കിൽ 5 പേരുള്ളൂ അല്ലെങ്കിൽ 6 പേരുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ 2 സീറ്റും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് ആയി. അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് അതെവിടെയും നമുക്ക് ആ ഒരു ലൈറ്റ് സെൻട്രലായിട്ടാണ് വരുന്നത് കേട്ടോ. 2 റോയിൽക്കും പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന ഒരു ലൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളെ ഒരു ജാക്കി അതുപോലെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3rd റോ വരുന്നത്. ഇനി നമുക്ക് എന്തായാലും 2nd റോ ഒന്ന് നോക്കാം. 2nd റോ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഡോർ പാഡ് കാണിച്ചു തരാം. ഡോർ പാഡിൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്, പിന്നെ ആ ഒരു ഓപ്പണിങ്, പിന്നെ പവർ വിൻഡോ ഉണ്ടോ. ബാക്കിലെ പവർ വിൻഡോ നമുക്ക് ഡോർ പാഡിൽ സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഡോർ പാഡിലല്ല വരുന്നത്. പിന്നെ താഴെയൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ സ്പീക്കറാണ്. സ്പീക്കറുള്ള ഒരു സ്പേസ് ആണ്. സ്പീക്കറില്ല. സ്പീക്കർ എന്താ ഇല്ലാത്തെന്നുള്ളത് ഞാൻ ഫ്രണ്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ ആ ഒരു സീറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സീറ്റാണ്. 3 പേർക്ക് ഇരിക്കാൻ പാകത്തുള്ള സീറ്റാണ്. പക്ഷേ നമുക്ക് സെൻറ്ററിൽ ആ ഒരു ഹെഡ് റെസ്റ്റ് വന്നിട്ടില്ല. ജസിംക്ക് ഒന്ന് കയറിയിരിക്കും. ബാക്കിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിൽ നോട്ടീസ് ചെയ്ത മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും വണ്ടികളിൽ ബാക്കിൽ തൈ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിൽ ശരിക്കും നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. നല്ല തൈ സപ്പോർട്ട്. കാരണം ഈ സീറ്റ് നോക്കാം, നമ്മൾ ഇത്ര ഏരിയ ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ ഇത്ര ഏരിയ നല്ല കാലിന് ഈ ഒരു ഭാഗത്ത് നല്ല സപ്പോർട്ട് കിട്ടും. കാരണം ഇത് കുറച്ചൊരു ഷാർപ്പായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാല് ബാക്കിലേക്ക് വെക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ഏരിയയുടെ സപ്പോർട്ട് ശരിക്കും നമുക്ക് കിട്ടും. അപ്പം ഒരുപാട് ലോങ് യാത്ര ചെയ്യുന്ന സമയത്ത് ശരിക്കും നല്ല ഉപകാരമാണ്. പിന്നെ ഈ ഏരിയ ആണെങ്കിൽ അത്യാവശ്യം ഗ്ലാസ് ഏരിയ ഉണ്ടായതുകൊണ്ട് നല്ല വിസിബിലിറ്റി ആണ്. അതെ. നല്ല കംഫർട്ട്. പിന്നെ ഫ്രണ്ട് സീറ്റിന്റെ അതിനേക്കാൾ കുറച്ച് ഹൈറ്റിലാണ് ഈ ഒരു ബാക്ക് സീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വിസിബിലിറ്റി അത്യാവശ്യം കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതേമാതിരി ഷോൾഡർ റൂം അത്യാവശ്യം നമ്മൾ അത്യാവശ്യം സീറ്റ് നല്ല ഇതായതുകൊണ്ട് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഷോൾഡർ റൂം ഉണ്ട്. നല്ല കംഫർട്ട് ആയിരിക്കും. ഹെഡ് റൂം അത്യാവശ്യം നല്ല ഹെഡ് റൂമും ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒരു ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ആ ഒരു യൂസിന് ഇതിന്റെ ഒരു പർപ്പസിന് ശരിക്കും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ AC വെന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഫ്രണ്ടിലുള്ള ആ AC തന്നെ അത്യാവശ്യം ഈ ഒരു ക്യാബിൻ മൊത്തം കൂളാക്കാൻ പാകത്തിനുള്ള ഒരു AC ആണ്. അതിന്റെ AC പെർഫോമൻസ് എങ്ങനെയുണ്ട്? AC നല്ല എന്താ പറയാ, നല്ല പവർഫുൾ AC ആണ്. ഇത് ബൊലോറോ നിയോ ഒക്കെ ബാക്കിൽ AC ഇല്ലാന്നുണ്ടെങ്കിലും ഫ്രണ്ടിലത്തെ AC പിന്നെ ബാക്കിലേക്ക് വളരെ ഈസി ആയിട്ട്. അതെ, നല്ല പവർഫുൾ ആയിട്ടുള്ള AC ആണ്. അതുകൊണ്ട് തന്നെ ACക്ക് എക്കോ മോഡ് വരെ ഉണ്ട്. നമുക്ക് ACയുടെ പവർ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക് AC അല്ല, എന്നാൽ പോലും നല്ല പവർഫുൾ ആയുള്ള ഒരു AC ആണ്. ഞാൻ ഫ്രണ്ടിൽ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് 2nd റോ. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ചെറിയൊരു ടണൽ വന്നിട്ടുണ്ട്. എന്നാൽ പോലും സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ല സ്പേഷ്യസ് ആയുള്ള അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നൊരു 2nd റോ ആണ് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഈ സീറ്റിൽ ഇതൊരു റെക്സിൻ ടൈപ്പ് സീറ്റാണ് കേട്ടോ വരുന്നത്. കവർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ശരിക്കും ഒരു ഡാഷ്ബോർഡിൻ്റെ ഒക്കെ ആ ഒരു കളറിൽ വരുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ബ്രൗൺ ഒരു പാറ്റേണും കൂടെ വന്നിട്ടുണ്ട്. ഗ്ലോ ബോക്സിൽ ആവശ്യത്തിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഡോർ പാഡിൽ ഞാൻ പറഞ്ഞ പോലെ പവർ വിൻഡോൻ്റെ ബട്ടൺ ഇല്ല. ഒരു സ്റ്റോറേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പവർ വിൻഡോൻ്റെ ബട്ടൺ ശരിക്കും വരുന്നത് നമുക്ക് ഈ ഒരു സെൻട്രലായിട്ടാണ് കേട്ടോ. 4 ഡോറിൻ്റെ പവർ വിൻഡോ കൺട്രോൾ നമുക്ക് ഡ്രൈവർക്ക് ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ആ ഒരു പവർ വിൻഡോ ബാക്കിലുള്ളത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ നമ്മളിവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ പറ്റും. ആ ഒരു ഫിസിക്കൽ ഹാൻഡ് ബ്രേക്കും കൂടെ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ കാണാൻ പറ്റുള്ളൂ. AC-യുടെ കൺട്രോൾസ് ആണ് ഈ കാണുന്നത്. ഇത് AC ഓൺ ചെയ്യാനുള്ളത്. അതേപോലെ ഇത് AC-യുടെ എക്കോ മോഡാണ്. ഇതിലിട്ട് കഴിഞ്ഞാൽ AC-യുടെ പെർഫോമൻസ് കുറച്ച് കുറയും. കുറച്ചുകൂടെ മൈലേജിനും അതേപോലെ തന്നെ ക്യാബിനിൽ ഒരുപാട് നല്ല കൂളിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് AC-യുടെ അത്രയും പെർഫോമൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് എക്കോ മോഡിലിട്ട് കഴിഞ്ഞാൽ AC-യുടെ ഒരു പെർഫോമൻസ് കുറയും. കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടും കൂടെയാണ് കൊടുത്തുള്ളത്. അപ്പം അതൊക്കെയാണ് AC-യുടെ ആ ഒരു വെൻറ്റിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഫാൻ സ്പീഡ് ഇതിലാണ്. പിന്നെ ഒരു ഹസാർഡിൻ്റെ ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റോറേജ് പോലെയാണ് കൊടുത്തുള്ളത്. ഇതിലാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. മേലായിട്ടാണ് AC വെൻറ്റും കാര്യങ്ങളും വരുന്നത്. മുകളിലായിട്ടൊരു സ്റ്റോറേജ് കാണാൻ പറ്റും. പിന്നെ എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ. എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. പിന്നെ സൈഡിലും ആ ഒരു AC വെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡാഷ്ബോർഡാണ്. എന്നാൽ പോലും അത്യാവശ്യം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് കൊടുത്തുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഡാഷ്ബോർഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പിന്നെ ഡോർ പാഡിൽ ഇവിടെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ലിവറാണ് കൊടുത്തുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈവർ സീറ്റിലൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം നമുക്കിത് ഡ്രൈവ് ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MHOK 2.2 ലിറ്റർ എഞ്ചിനാണ്. പിന്നെ ഇതിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളത് ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിരിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് മഹീന്ദ്രയുടെ ആ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചേസ് നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തുള്ളത് ഈ ഒരു പ്ലേറ്റിലായിട്ട്. പിന്നെ ഒരു മാനുവൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വരുന്ന സീറ്റാണ് കേട്ടോ. എന്തായാലും ഉള്ളിൽ കയറി ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ പറയാം. ഉള്ളിലിരിക്കുന്ന സമയത്ത്
ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഗിയർ ബോക്സിനെ പറ്റിയാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇത് നമ്മൾ നോർമൽ ബൊലേറോ നിയോയില് 5 സ്പീഡാണ്. അപ്പം അത് യൂസ് ചെയ്തിട്ട് പല ടൈമിലും എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് ഓടിച്ച സമയത്തൊക്കെ എനിക്കൊരു അബദ്ധം പറ്റിയുള്ളൊരു കാര്യമാണ്. നമ്മൾ റിവേഴ്സിൽ ഇടുന്ന സമയത്ത് നേരെ 6ാമത്തെ ഗിയറിലേക്ക് ഇട്ടിട്ട് വണ്ടി എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വണ്ടി നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നോർമലി ആ റിവേഴ്സ് ഗിയർ വരിക ഇവിടെ ആയിട്ടാണ്. പക്ഷെ ഇത് 6 ഗിയർ വരുന്നതുകൊണ്ട് റിവേഴ്സ് ശരിക്കും ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ നമ്മളെ നോർമൽ മഹീന്ദ്രയുടെ 6 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള പഴയ മറ്റേ 700 താറിലൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ലിവർ മേലേക്ക് പ്രസ് ചെയ്തിട്ട് നേരെ ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും. പക്ഷെ ഇതിൽ ആ ഒരു വ്യത്യാസമുണ്ട്. ഇതിൽ ശരിക്കും ഇത് നോർമൽ ഫസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ പ്രഷറിൽ ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലാണ് റിവേഴ്സിലേക്ക് ചാടുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അത് അറിയാത്ത ഒരാൾ ഇപ്പോൾ മുമ്പ് ആരുടെ ഒരു അബദ്ധം പറ്റിയിട്ട് റോഡിനെ സെൻറ്ററിൽ ഇട്ടിട്ട് തിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു റിവേഴ്സ് ഇടാൻ അറിയില്ല. എന്നിട്ട് അപ്പം റോഡിനെ സെൻറ്ററിൽ ഇരുന്ന് വേറെ ആൾക്ക് വിളിച്ചത് എങ്ങനെ റിവേഴ്സ് ഇടാന്ന് ചോദിച്ചിട്ടാണ് ഇട്ടത്. കാരണം ഇത് പെട്ടെന്ന് ഇത് കണ്ടോ, ഇത് നോർമലി തട്ടി കഴിഞ്ഞാൽ എങ്ങനെ ആയാലും റിവേഴ്സിലേക്ക് ചാടില്ല. ഒന്ന് കുറച്ചും കൂടെ പ്രഷർ കൊടുക്കണം, ഇങ്ങനെ ഒന്നിച്ച് തട്ടണം, എന്നിട്ട് ഇടണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണം. അപ്പോൾ ഇത് വെറൈറ്റി അല്ല, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടോ. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മളൊരു എംഹോക്ക് 2.2 എംഹോക്കിൻ്റെ സൗണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓ, ആ ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് ഭയങ്കര രസമാണ്. ഹോണ് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ഡ്യുവൽ ഹോൺ വരുന്നുണ്ട് അല്ലേ, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹോണാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ പറയാനില്ല. കാരണം ഒരു ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിൽ ഒരു IRVM അതേപോലെ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ മിററില്ല, ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഒരു ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ ജസീംക, ഇത് ഏറ്റവും കൂടുതൽ ഏത് ടൈപ്പ് കസ്റ്റമേഴ്സ് ആണ് കൂടുതലായിട്ടും ഈ ഒരു വണ്ടി ചൂസ് ചെയ്യണത്? ഇത് ശരിക്ക് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. മീൻസ് എനിക്ക് ഒരുപാട് ഫാൻസി ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, അത്യാവശ്യം പവറുള്ള അല്ലെങ്കിൽ ഒരു 7 സീറ്ററോ 9 സീറ്ററോ വേണം, പിന്നെ ഒരുപാട് ബഡ്ജറ്റ് പോകാനും പറ്റൂല, അങ്ങനത്തെ കസ്റ്റമേഴ്സ്. പിന്നെ ഒരു റിയർ വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഒരു പവർഫുൾ വണ്ടി വേണമെന്ന് തോന്നുന്ന കസ്റ്റമേഴ്സിനൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിലിപ്പോ നമുക്ക് അത്യാവശ്യം ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ ലഗേജ് കൊണ്ടുപോകാൻ പറ്റും, ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാം. ഇനിയിപ്പോ ബാക്ക് സീറ്റ് 3rd റോ അറിയാലോ, പിന്നെ വലിയ ആളുകൾക്കൊക്കെ വലിയ കംഫർട്ട് ഒന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും കുട്ടികൾക്കൊക്കെ നല്ല കംഫർട്ട് ആയിരിക്കും, മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഫാമിലി, ഒരു അത്യാവശ്യം നല്ല ഒരുപാട് പേരുള്ള ഒരു വലിയ ഫാമിലിക്ക് ചെറിയ അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു 7 അല്ലെങ്കിൽ ഒരു 9 സീറ്റർ വണ്ടി. അപ്പൊ അതാണ് മെയിൻ. ഒരു റിയർ വീൽ ഡ്രൈവും കൂടെ വരുന്നുണ്ട്, പിന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഉണ്ട്. പിന്നെ ടാക്സി പർപ്പസിലും നമുക്ക് ടാക്സിക്കൊക്കെ നല്ല ഓപ്ഷനാണ്. പിന്നെ റിയർ വീൽ ഡ്രൈവ് അറിയാലോ, ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ബാക്ക് വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ കാറുകളിൽ അധികം വണ്ടികളും ഇല്ലാത്ത സംഭവമാണ്. മഹേന്ദ്രന്റെ ഒരുപാട് വണ്ടികളിലുണ്ട്. അഡ്വാൻറ്റേജ് എന്താ വെച്ചാല് എവിടെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ബാക്കിൽ നിന്നുള്ള പുഷിങ് ആയതുകൊണ്ട് അറിയാലോ, ഒരാൾ വലിച്ചോണ്ട് പോണതും അല്ലെങ്കിൽ ബാക്കിൽ നിന്നുള്ള തള്ളലും ആകുമ്പോൾ ഓട്ടോമാറ്റിക് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ ഏത് ടെറയിലും എങ്ങനെ ഓടിച്ചോണ്ട് പോവാം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റിൽ ഇരുന്ന് പോവുകയും ചെയ്യാം. ശരിക്കും ബാക്ക് വീലിലെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പല ഇന്നോവ ഒക്കെ കണ്ടിട്ടുണ്ട്. ബാക്ക് വീൽ ആയതുകൊണ്ട് തന്നെ ചില ഇതിൽ നമ്മൾ കുറച്ച് ചെരിഞ്ഞൊരു ഇതിലൊക്കെ നമ്മൾ റോട്ടിൽ നിന്ന് ചെരിഞ്ഞൊരു ഇതിൽ കയറ്റുന്ന സമയത്ത് റാമ്പിലൊക്കെ കയറ്റുന്ന സമയത്ത് ഒരു സൈഡ് വീല് പൊങ്ങി കഴിഞ്ഞാൽ കറങ്ങണ ഒരു പ്രശ്നമൊക്കെ. പക്ഷെ ഇതില് വെയിറ്റ് വന്നു കഴിഞ്ഞാല് ഈസി ആയിട്ട് കയറും. ശരിക്കും ആ വെയിറ്റ് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ ഇതിന്റെ പെർഫോമൻസ് പ്രശ്നങ്ങൾ വരാം. അതെ, പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്ന ഈ വണ്ടിയുടെ ബോഡി വെയിറ്റും പിന്നെ ബൊലോറോ നിയോ ഓടിച്ചാൽ ബൊലോറോ ഓടിച്ച ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഓടിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം. കാരണം നമ്മള് വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വലിപ്പിക്കുമ്പോ നല്ല പെട്ടെന്ന് നമ്മള് അതെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ മുമ്പ് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പെർഫോമൻസ് എന്തായാലും ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. മീറ്ററിൽ നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും വന്നിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വാർണിംഗ് ഹിസ്റ്ററി അതേപോലെ സെറ്റിംഗ്സ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ട്രിപ്പ് മീറ്ററും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ആവറേജ് മൈലേജ് കാണിച്ചു തരും. പിന്നെ നമ്മൾ ആ ഒരു ഡിജിറ്റൽ മീറ്ററും കൂടെ നമ്മൾ സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ടും കൂടെ സെൻറ്ററിൽ കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു വൈപ്പറിന്റെ കൺട്രോൾസും കാര്യങ്ങളും അതേപോലെ ആ ഒരു ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നുള്ളത്. പിന്നെ ഈ സൈഡ് ഞാൻ കാണിക്കാൻ വിട്ടു. ഈ സൈഡിൽ നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റിന്റെ ആ ഒരു ലെവലർ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു എക്കോ മോഡിന്റെ സ്വിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി എക്കോ മോഡിലേക്ക് മാറും. കണ്ടോ, എക്കോ മോഡ് ഓൺ എന്ന് കാണിച്ചതാണ്ടോ. അപ്പോൾ കുറച്ചും കൂടെ മൈലേജ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ബാക്കിൽ ആളില്ലാന്നുണ്ടെങ്കിൽ എക്കോ മോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെ. പിന്നെ നമുക്ക് ആ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ബട്ടനാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ എക്കോ മോഡ് വേണ്ട, നമുക്ക് എന്തായാലും നോർമൽ മോഡിൽ ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ. ഓക്കെ,
പിന്നെ നമുക്ക് സ്റ്റിയറിംഗിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടെ വന്നിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് എന്നാലും നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയുണ്ട്? നല്ല പൊസിഷനാണ്. കാരണം എനിക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ പോലും നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലുള്ള ഒരു SUV ടൈപ്പ് വണ്ടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സീറ്റിംഗ് കുറച്ച് ഹൈറ്റിലായിരിക്കുമല്ലോ. എനിക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്, കാണാൻ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നല്ല ഹെഡ് റൂം വരുന്നുണ്ട്, നല്ല സ്പേഷ്യസ് ആണ് മൊത്തത്തിൽ. പിന്നെ സ്റ്റിയറിംഗും കാര്യങ്ങളും ഈസി ആക്സസ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഓടിക്കാൻ പാകത്തുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. പിന്നെ ഗിയർ ആണെങ്കിൽ പോലും ഈ ഒരു ഗിയറിന്റെ ലിവർ കണ്ടോ നല്ല ഹൈറ്റിലാണ്, നമുക്ക് ഗിയർ ഇടാനൊക്കെ വളരെ കംഫർട്ടാണ്, കുഴപ്പമില്ല. പിന്നെ പൊതുവെ ഈ ടൈപ്പ് വണ്ടികളെ സാധാരണ കാറിനെ അപേക്ഷിച്ച് കുറച്ച് റഫ് ആയിരിക്കുമല്ലോ. അതെ അതെ, അപ്പം ശരിക്കും ഇപ്പോൾ കുറച്ച് ഒരു റഫ് ആൻഡ് ടഫ് വണ്ടികൾ നോക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ നല്ല ഓപ്ഷൻ ആണല്ലേ. അപ്പൊ എന്റെ ഒരു വണ്ടി യൂണീക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് റഫ് ആയിട്ടുള്ള ഒരു വണ്ടി വേണമെന്നുള്ള. ഇത് കണ്ടോ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും ഒക്കെ ഭയങ്കര ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് റഫ് യൂസേജിനെ പറ്റി ഇപ്പോൾ ടാക്സി പർപ്പസ് ഒക്കെ എനിക്ക് തോന്നുന്നത് നല്ല ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ആണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ ഹൈ റേഞ്ച് ഏരിയകളിലൊക്കെ ഒരുപാട് ആളെ കയറ്റി പോകുന്ന വണ്ടികൾ അല്ലെങ്കിൽ അങ്ങനെ കുറെ യൂസിന് പല ആളുകളും ഇതുപോലുള്ള വണ്ടികൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊക്കെ നല്ല ഓപ്ഷനാണ്, എവിടെയും ചാടിച്ച് കൊണ്ടുപോകാന്നുള്ളതൊക്കെയാണ്. ശരിക്കും ബൊലേറോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ബൊലേറോ നിയോ എന്ന് പറഞ്ഞ മോഡലിലേക്ക് പോകുന്ന ആളുകൾക്ക് ശരിക്കും ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം 2.2 ലിറ്റർ ഈ ഒരു എഞ്ചിൻ വരും, പിന്നെയാണെങ്കിൽ 9 സീറ്റിംഗ് വരും. പിന്നെ ഇതിന്റെ എക്സ്ഷോറൂം വരുന്നത് ഏകദേശം 1139 ആണ്. അതെ, നമ്മള് ബൊലേറോ നിയോ പ്ലസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിതില് നേരത്തെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഫ്രണ്ടിൽ വരുമ്പോൾ പറയാന്ന് പറഞ്ഞു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ വിൻഡോന്റെ കൺട്രോൾസ് മൊത്തം ഈ സെന്ററിൽ കണ്ടോ, ഇവിടെയാണ് ഞാൻ പറഞ്ഞു കാണിച്ചല്ലോ, ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഡോർ പാഡിൽ രണ്ട് സൈഡിലും വന്നിട്ടില്ല, ബാക്കിൽ ഡോർ പാഡിൽ മാത്രമാണ് പവർ വിൻഡോ കൺട്രോൾസ് വന്നുള്ളത്. പിന്നെ 4 ഡോറിൽ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നില്ല. സ്പീക്കറിനുള്ള ആ ഒരു ഏരിയ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ സ്പീക്കർ വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നില്ല, ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് ഇൻഫോർടൈൻമെന്റ് ഇല്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് വലിച്ചെടുത്ത് നോക്കാം, ഇതിന്റെ പെർഫോമൻസ് അറിയണല്ലോ. സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. ശരിക്കും ഇത് ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ പവർഫുൾ ആയാലൊരു ബൊലേറോനെ ഓടിക്കണ ഒരു ഫീലാണ്. പിന്നെ 2.2 ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് 4 സിലിണ്ടർ ആണല്ലോ, മുമ്പ് ഉണ്ടായിരുന്നത് 3 സിലിണ്ടർ. അപ്പം എഞ്ചിന്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും കുറച്ചുകൂടെ കുറവുണ്ട്, കുറച്ചുകൂടെ ആ ഒരു സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട് എഞ്ചിന്, കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ വണ്ടി ഒരു ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും വലിയ എഞ്ചിനും കൂടെ ആയതുകൊണ്ട് ഒരു കോൺഫിഡൻസ് തരുന്നില്ലേ? അതുണ്ട്. പിന്നെ എനിക്ക് ഗിയർ റേഷ്യോ കുറച്ചും കൂടെ ഷോർട്ടാണ്, പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്. ഒരു 4ാമത്തെ ഗിയറിലാണ് ഞാൻ പോണത്, 40. 5ാമത്തെ ഗിയറിൽ കിട്ടാലും നോക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എഞ്ചിന്റെ ആ ഒരു നോയ്സ് വരുന്നുണ്ട്, പക്ഷെ അത് ഉള്ളിലേക്ക് ആ ഒരു വൈബ്രേഷൻ ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല, നല്ല സ്മൂത്ത് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഹൈഡ്രോളിക് ആയതുകൊണ്ട് കുറച്ചും കൂടെ ആ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. 5ാമത്തെ ഗിയറിൽ ചെറിയ സ്പീഡിൽ കാലെടുത്തപ്പോഴും ഈസി ആയിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടെ ലോഡ് ഉണ്ട്. ഇപ്പൊ 6ാമത്തെ ഗിയറിലിട്ടു, നമ്മളിപ്പം ഏകദേശം 70 കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. എനിക്ക് കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ടെങ്കിൽ ബാക്കിൽ ഫുൾ ആളുണ്ടെങ്കിൽ ഓടിക്കാൻ ഒന്നുകൂടെ രസം ഉണ്ടാവുന്ന ഒരു ഫീൽ. അതെ, ഉറപ്പായിട്ടും ബാക്കിൽ ആളുടെ ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് തരുന്ന രീതിയിലാവും ഇതിന്റെ ഡ്രൈവിംഗ് സ്റ്റൈല്. ഇരുന്നിട്ട് നല്ലൊരു ഓടിക്കാൻ ഒരു സുഖം. അതെ, ചിലപ്പം ഇത്രയും വലിയ വണ്ടിയല്ലേ, അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ആള് കുറവാകുമ്പോൾ ഉള്ള ഒരു മാറ്റാണ്. പിന്നെ നമ്മളിപ്പോ ഒരു യൂട്ടേൺ എടുത്തല്ലോ, അതെ, വളരെ ചെറിയ സ്പേസിലാണ് ഞാനിപ്പോ തിരിച്ചത്. നല്ല ടേണിംഗ് റേഡിയസും ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അത്യാവശ്യം ചെറിയ ഏരിയ നമുക്ക് ഈസി ആയിട്ട് ഒടിഞ്ഞു കിട്ടും. നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പൊ കണ്ടോ 60 കിലോമീറ്റർ സ്പീഡ് ആകുമ്പോഴേക്കും ഞാൻ 6ാമത്തെ ഗിയർ ഇട്ടു. പെട്ടെന്ന് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും പവർ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ടാവില്ലേ? അതെ, ഏകദേശം ഒരു 14 to 17 കിലോമീറ്റർ വരെ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡീസലാണ്. അതെ, ഡീസൽ ആയതുകൊണ്ട് പിന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. പൊതുവേ നമ്മൾ ഇപ്പൊ ഈ 7 സീറ്റർ വണ്ടികളിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലെവലില്
റിയർ വീൽ ഡ്രൈവ് വണ്ടിയോ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയോ ഒന്നും അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കണ കസ്റ്റമേഴ്സിന് ആ ഒരു ബഡ്ജറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു എനിക്കൊരു 7 സീറ്റർ 9 സീറ്റർ വേണം, കുറച്ച് ബഡ്ജറ്റ് കുറവാണ്, അങ്ങനത്തെ കസ്റ്റമേഴ്സിനൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. ഞാനൊരു യൂട്ടേണും കൂടെ എടുത്തു. അപ്പോൾ എനിക്ക് ഞാൻ മറ്റേ നമ്മളെ 3 ഡോർ താർ എടുക്കുന്ന അത്രയും സ്പേസ് ഇത് എടുക്കുന്നില്ല. അതിലും സിമ്പിൾ ആയിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ടെന്നാ തോന്നുന്നത്. വീഡിയോ കാണുന്നവർ വിചാരിക്കും നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണത്, അതിനെ പറ്റി വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെയല്ല, ശരിക്കും ഞാനിപ്പോ ഇവിടെ ഒരു യൂട്ടേൺ ഞാൻ എന്തായാലും എടുത്ത് കാണിച്ചു തരാം. നമ്മളെ 3 ഡോർ താറുണ്ടല്ലോ, അത് നമ്മൾ ഈ റോഡിൽ യൂട്ടേൺ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നും കൂടെ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ടൈറ്റ് ആണ്, ഇവിടെ മിക്കവാറും കുടുങ്ങും. കാരണം ആ സൈഡിൽ അത്ര സ്പേസ് ഇല്ല. ഇവിടെ നമുക്ക് യൂട്ടേൺ എടുത്ത് നോക്കാം. പല വണ്ടികളും ഇവിടെ യൂട്ടേൺ എടുക്കുമ്പോൾ കുടുങ്ങുന്ന സ്ഥലമാണ്. നല്ല സ്പേസ് ഉണ്ട്, സുഖമായിട്ട് നമ്മൾ ഈസി ആയിട്ട് ഓടിഞ്ഞ് കയറിയില്ലേ? ഈസി ആയിട്ട് കയറി. കാരണം ടേണിംഗ് റേഡിയസ് ചെറിയ സ്പേസിൽ നമുക്ക് യൂട്ടേൺ എടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അടിപൊളി. ഈ വണ്ടി കണ്ടു കഴിഞ്ഞാല് പൊതുവെ ആളുകൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാവർക്കും. അത് പറഞ്ഞപ്പോഴാ ഈ വണ്ടി അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വണ്ടിനെ കുറിച്ച് ആർക്കും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വണ്ടി റോഡിൽ കാണാത്തത്. ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒരു 9 സീറ്റർ വണ്ടിയുള്ള കാര്യം പല ആളുകൾക്കും അറിയണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു വണ്ടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത്. ഇവിടെ ഒന്ന് യൂട്ടേൺ അടിച്ച് നോക്കാം. റോട്ടിൽ നിന്ന് പുറത്തു പോലും പോയില്ല, ഈസി ആയിട്ട് തന്നെ യൂട്ടേൺ അടിക്കാൻ പറ്റുന്നുണ്ട്. വലിയ വണ്ടിയാണ്, ലെങ്ത് കൂടുതലാണെന്നാൽ പോലും ചെറിയ സ്പേസിൽ തന്നെ നമുക്ക് യൂട്ടേൺ അടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യാനാണെങ്കിലും വലിയ വണ്ടിയാണെന്നുള്ള ഒരു ഫീൽ ഒന്നുമില്ല. ചെറിയ വണ്ടി ഓടിക്കണ പോലെ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ വണ്ടിയുടെ ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് സെറ്റാണ്. പിന്നെ നമ്മൾ നല്ല ഹൈവേയിൽ കുറച്ചും കൂടെ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബോഡി റോളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ബോഡി റോളിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലൊരു വണ്ടി എന്തായാലും ബോഡി റോൾ സ്വാഭാവികമായിട്ടും ചെറിയ റോളിംഗ് എന്തായാലും ഉണ്ടാവും. കാരണം ഈ ടൈപ്പ് വണ്ടികൾ പൊതുവെ ചെറിയ രീതിയിൽ ബോഡി റോളിംഗ് ഉണ്ടാവും. പക്ഷെ പിന്നെ സീറ്റിംഗ് ലോഡായി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ബോഡി റോൾ കുറയും ചെയ്യും. അതെ, വണ്ടിയിൽ ആളുണ്ടെങ്കിൽ നല്ല ഓടിക്കാൻ നല്ല കംഫർട്ടും ആയിരിക്കും. മെയിനായിട്ട് എനിക്ക് തോന്നാം നല്ല മൈലേജ് കിട്ടും. അതെ, അത്രയും ആളെ നമുക്ക് 9 ആൾക്ക് സുഖമായിട്ടിരിക്കാം. 9 അല്ല, അത് കൂടുതൽ ആൾക്ക് ഇരിക്കാൻ പറ്റും. ഈ ഒരു സെക്കൻഡ് റോ തന്നെ 4 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതെ, അപ്പൊ അങ്ങനെ അത്യാവശ്യം നല്ല സുഖമായിട്ട് ഒരുപാട് പേർക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു SUV. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത് ഡ്രൈവ് ചെയ്തിട്ട് പറയാനുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വരുന്നതിന്റെ ഓൺ റോഡ് പ്രൈസ് പല വീഡിയോസിലും പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ഏരിയ നിങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കും വണ്ടിയുടെ റേറ്റിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാതെ കേട്ടോ. അപ്പൊ എന്തായാലും ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് അല്ലെങ്കിൽ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 11,39,000 രൂപയാണ്. അതെ. അപ്പൊ ഇതിന്റെ ഓൺ റോഡ് എമൗണ്ട് എത്രയാണ് വരുന്നത്? ഇത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,34. 13,34. ഇതിന്റെ ശരിക്കും എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 11,39 ആണ്. ഓൺ റോഡ് വരുമ്പോ 13,34 വരുന്നത്. അതായത് P4 എന്ന് പറഞ്ഞ ഈ ബേസ് ഓപ്ഷൻ. അതെ, P4 ബേസ് മോഡൽ. നമ്മൾ ഫുൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിലും ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,65. 14,65. അതെ ഓൺ റോഡ് വരും. അതെ. അപ്പൊ അതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഫോഗ് ലൈറ്റും അലോയ് വീൽസും അലോയ് വീല് സ്ക്രീൻ വരും, ക്രൂസ് കൺട്രോൾ വരും, പിന്നെ കുറച്ചുകൂടെ ഓപ്ഷൻസ് വരും, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരും. അതെ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വണ്ടിനെ കുറിച്ച്. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാം. അതിലേക്കും ബൈ.